Hi everyone, welcome to our Honeydew Kitchen. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ ഏറ്റവും ഇഷ്ട വിഭവമായ ഓലൻ കറിയാണ്. ഇതിന് ഏറ്റവും ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് പംകിൻ ആണ്. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട് പംകിൻ. പിന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വൻപയറാണിത്. ഇത് വേവിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്, കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുമ്പളങ്ങയാണ്, അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്, ആഷ് കോഡ്. പിന്നെ പച്ചമുളക്, ഞാനിപ്പോൾ 2 പച്ചമുളകോളം ഇടുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ തേങ്ങാപ്പാലാണ്. ഇതിപ്പം 2ാം പാലും 1ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ, ആവശ്യത്തിന് എണ്ണ, പിന്നെ കരിവേപ്പില, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ച് കടായി വെച്ച് അതിലോട്ട് പംകിൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം, ആഷ് കോഡ്. വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പം രണ്ടും ഒരുപോലെ കട്ട് ചെയ്യാൻ നമ്മൾ നോക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് വേവ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ നമുക്കതിലോട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ഇടുന്നത്, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്. പിന്നെ ഇത് തേങ്ങാപ്പാലാണ്, ഇത് 2ാം പാലാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് ഈ തേങ്ങാപ്പാൽ വെച്ച് തന്നെ നമ്മൾ വേവിക്കുന്ന, വെള്ളം ഒന്നും ഒഴിച്ചല്ല വേവിക്കുന്ന, ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം വേവിക്കുന്നത്. ഇത് 2ാം പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് വെള്ളം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ, 10 to 15 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഇത് വെന്ത് കിട്ടും. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകണ്ട, പാകത്തിന് കറക്റ്റായ വേവ് ആയാൽ മതി. ഇതിപ്പം കറക്റ്റ് വേവാണ്. ഉടഞ്ഞു പോയ എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന പോലെ ഇരിക്കും. അതുപോലെ ആവണ്ട, ഇതേ ഫ്ലേവറിൽ ഇരുന്നാൽ മതി. പിന്നെ ഇതിലോട്ട് നമുക്ക് വൻപയർ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് വേവിച്ചതാണിത്. ഞാൻ അത് പ്രത്യേകിച്ച് വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇതെല്ലാം വേവിച്ചെടുത്തത്. ഈ പയറും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തു, വൻപയറും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് കുറച്ചും കൂടെ കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഓലനിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കരിവേപ്പില നിറയെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിലോട്ട് നമുക്ക് ഈ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇപ്പോൾ മിക്സ് ഒന്ന്, ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് അവസാനമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ തേങ്ങാപ്പാൽ, 1ാം പാൽ. 1ാം പാലെന്ന് പറയുമ്പോൾ കട്ടിയുള്ളതാണ്, അതാണ് നമ്മൾ അവസാനം ഒഴിക്കുന്നത്. ആ 1ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ സമയം അങ്ങ് കുക്ക് ചെയ്യാൻ വെക്കണ്ട, ഒരു ചെറിയ തിള വന്നാൽ മാത്രം മതിയാവും. അതൊന്ന് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തിരിച്ചും അതിൽ ആവശ്യത്തിന് ഉപ്പിടുവാണ്, കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അതിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് റിമൈനിങ് ഉണ്ടായിരുന്ന കരിവേപ്പില എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് കരിവേപ്പിലയും എണ്ണയും അതിൻ്റെ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചതും പിന്നെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എല്ലാത്തിൻ്റെ ആണ് ഈ ഓലനിലുള്ള ടേസ്റ്റ്. അപ്പോൾ അത് ഏറ്റവും ഹെൽത്തിയാണിത്, നല്ല ടേസ്റ്റിയായ ഓലനാണ് ഇത്. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. അവസാനം കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് അടച്ച് തന്നെ കുറച്ച് നേരത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഓലൻ റെഡിയായിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടവിഭവമായ
മലയാളികളുടെ ഏറ്റവും ഇഷ്ട വിഭവമായ ഓലൻ ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.